ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മാംഗോ ഐസ്ക്രീമാണ്. വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളതൊരു ഫുൾ മാംഗോ ആണ്. അത് കുറച്ച് അത്യാവശ്യം വലിയ മാംഗോ ആയിരുന്നു. അതുകൊണ്ട് ആ ഫുൾ മാംഗോ ഞാൻ എടുത്തു. ചെറിയ മാംഗോ ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. പിന്നെ മാംഗോ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ മാംഗോക്ക് മധുരം കുറവാണെങ്കിൽ കുറച്ച് നമുക്ക് ആവശ്യത്തിന് മധുരം ഉള്ള ഇതിൽ പഞ്ചസാരയും ആഡ് ചെയ്യണം. അങ്ങനെ ആ ഫുൾ മാംഗോ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ ആവശ്യത്തിന് ഷുഗറും ആഡ് ചെയ്തിട്ട് വേണം ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഫുൾ മാംഗോ അടിച്ചെടുത്തപ്പോൾ എനിക്കൊരു കപ്പ് മാംഗോ പേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ടത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം യൂസ് ചെയ്തിട്ടും ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ എൻ്റെ അടുത്ത് അതുള്ളത് കൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തു. 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തുള്ളത് മധുരമുള്ള വിപ്പിംഗ് ക്രീമായിരുന്നു. അതുകൊണ്ട് ഞാനിതിലേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തു. ഇപ്പോൾ ഫ്രഷ് ക്രീമാണ് എടുക്കുന്നതാണെങ്കിൽ അതിൽ ചിലപ്പോൾ സ്വീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പോലെ കുറച്ച് ഷുഗർ ചേർക്കാവുന്നതാണ്. പിന്നെ ഇനി വിപ്പിംഗ് ക്രീമിലേക്ക് മാംഗോ പേസ്റ്റ് ആഡ് ചെയ്തിട്ട് കുറച്ചായി ആഡ് ചെയ്തിട്ട് അടിച്ചെടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിപ്പിംഗ് ക്രീം കൂടുതൽ നേരം അടിക്കാൻ പാടില്ല. ജസ്റ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു 1 മിനിറ്റ് അടിക്കണം. പിന്നെ കുറച്ച് ടൈമേ അടിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം കൂടുതൽ ക്രീമാകുമ്പോൾ ഐസ്ക്രീമിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. വിപ്പിംഗ് ക്രീമും മാംഗോ പേസ്റ്റും എല്ലാം കൂടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഐസ്ക്രീം മിക്സ് ഒഴിക്കണം. ഞാൻ ആദ്യം തന്നെ അതിൽ നിന്ന് കുറച്ച് മാംഗോ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഐസ്ക്രീമിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പം ഇടയ്ക്ക് മാംഗോ പീസ് കഴിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാം സെറ്റായതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മാംഗോ പേസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഐസ്ക്രീമിൻ്റെ മേലെ കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മാംഗോ പീസ് കൂടെ ഇട്ട് കൊടുക്കണം. ഐസ്ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. ഞാനിതൊരു 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയൊന്നും വേണ്ടായിരുന്നു. ഒരു 3-5 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് സെറ്റായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഐസ്ക്രീം ഇത് സെറ്റായിട്ടുണ്ട്.
നമുക്കിനി അത് സെർവ് ചെയ്യാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഐസ്ക്രീം നോക്കാം, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ മാംഗോ പീസ് ഇടയ്ക്കിടയ്ക്ക് ഇട്ടതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം മാംഗോ സീസണൊക്കെ അല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെയെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും. അങ്ങനെ നമ്മൾ ഐസ്ക്രീം ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കഴിച്ച് നോക്കട്ടെ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.